പൊന്നോണത്തിന്റെ വരവറിയിച്ച് മംഗളത്തിന്റെ സ്വന്തം ശർക്കര വരട്ടി രംഗപ്രവേശം ചെയ്യുന്നു. പടവാൾ കയ്യിലെടുത്ത് ഝാൻസി റാണി ആയുധത്തെ എണ്ണ തേച്ചു മിനുക്കി. നിമിഷങ്ങൾക്കുള്ളിൽ പോരാളികളുടെ കുതുകാൽ വെട്ടി ശിരച്ഛേദനം നടത്തി. വസ്ത്രാക്ഷേപം ചെയ്ത് വെള്ളത്തിലേക്കിട്ടു. ഓരോരുത്തരെ മാറി മാറി ഉരച്ചു കഴുകി. റാണിയുടെ രോക്ഷം അടങ്ങുന്നില്ല. ബാക്കിയായ ശരീരത്തെ കഷ്ണം കഷ്ണമായി നുറുക്കി രോക്ഷം തീർത്തു. പോർക്കളത്തിൽ എത്തിച്ചു. അംഗത്തിനുള്ള ദീപം തെളിഞ്ഞു. തട്ടകം തയ്യാറായി. വെളിച്ചെണ്ണ കൊണ്ട് ഒരു പോർക്കളം തീർത്തു. ചൂടായ പോർക്കളത്തിലേക്ക് നുറുക്കിയെടുത്ത കായക്കഷ്ണങ്ങൾ ചിതറി വിതറി. പരാക്രമികളുടെ പരാക്രമം അവസാനിച്ചു. അങ്കത്തട്ടിൽ നിന്നും അരിപ്പത്തട്ടിലേക്ക് ഘട്ടം ഘട്ടമായി കോരിമാറ്റി. രണ്ടാം ഘട്ട സംഘട്ടനം ആരംഭിക്കുകയായി. രോക്ഷമടങ്ങാതെ റാണി വറുത്ത അരിയും ചുക്കുമേലക്കയും ജീരകവും ചേർത്ത് പൊടിച്ച് ഒരു അവസാന തന്ത്രം മെനയുന്നു. ഒരു നൂൽ പരുവമായ ശർക്കര ചേർത്തിളക്കിയ കായക്കഷ്ണങ്ങളിൽ പൊടികൾ കൊണ്ട് ഒരു പൂഴിക്കടകൽ. റാണിയുടെ തന്ത്രം ലക്ഷ്യം കണ്ടെത്തി. ശർക്കരയിൽ മുങ്ങിയ കായക്കഷ്ണങ്ങൾ പൂഴിയിൽ പൊതിഞ്ഞ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. മംഗളം.